JRF എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഫസ്റ്റ് പേപ്പറിൻ്റെ ഡിസ്കഷനാണ് നമ്മളിപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് തുടക്കം കുറിച്ചു. ഫസ്റ്റ് പേപ്പറിൻ്റെ ആദ്യത്തെ യൂണിറ്റായ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട് ടീച്ചിങ്ങിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ ജസ്റ്റ് മീനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ടീച്ചിങ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഈസ് ആൻ ഇൻട്രാക്റ്റീവ് ഓർ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് ദ ടോട്ട് ഇൻ വിച്ച് ദ ടീച്ചർ മേക്ക് ദം ടു ലേൺ സംതിങ്. ടീച്ചർ പഠിതാവിൽ അല്ലെങ്കിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളിൽ എന്തെങ്കിലും ഒന്ന് അവരെ പഠിക്കാൻ സഹായിക്കുന്ന ഇൻട്രാക്റ്റീവായിട്ടുള്ള പ്രോസസ്സാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ജസ്റ്റ് മീനിങ് കാര്യങ്ങൾ, ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. അപ്പോൾ ടീച്ചിങ്ങിൻ്റെ വ്യത്യസ്തമായ കോണുകളിലൂടെ നമുക്ക് ടീച്ചിങ്ങിനെ നോക്കിക്കാണാവുന്നതാണ്, നിർവചിക്കാവുന്നതാണ്. ട്രഡീഷണൽ വ്യൂ പോയിൻ്റ് ഈസ് ദർ ആൻഡ് ആൾസോ മോഡേൺ അപ്രോച്ച് ഈസ് ദർ. മോഡേൺ വ്യൂ പോയിൻ്റ് ഈസ് ദർ. ഓൺ ഡിഫറെൻറ്റ് വ്യൂ പോയിൻ്റ് വി ക്യാൻ ഡിഫൈൻ ടീച്ചിങ്. ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത് പോറിങ് ഇൻ. ടീച്ചിങ് മീൻസ് സംതിങ് പോറിങ് ഇൻ. പോറിങ് ഇൻ മീൻസ് ഒഴിച്ചു കൊടുക്കുക. അതിനകത്ത് പറയുന്നത് പഠിതാവ് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് എംപ്റ്റി വെസൽസ് ആണ്. ദേ ആർ എംപ്റ്റി വെസൽസ്. അതിനകത്തേക്ക് എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുന്ന പ്രോസസ്സ് പോർ ഇൻ, ദാറ്റ് ഈസ് ടീച്ചിങ്. ട്രഡീഷണൽ വേ ഓഫ് ഓർ ട്രഡീഷണൽ വ്യൂ റിലേറ്റഡ് വിത്ത് ടീച്ചിങ്. മോഡേൺ വ്യൂ ഈസ് സംതിങ് ഡിഫറെൻറ്റ്. ദാറ്റ് ഈസ് നോട്ട് പോർ ഇൻ ബട്ട് ഡ്രോയിങ് ഔട്ട്. ഡ്രോയിങ് ഔട്ട് ഓഫ് ദ ബെസ്റ്റ് ഫ്രം ദ സ്റ്റുഡൻറ്റ്, ദാറ്റ് ഈസ് ടീച്ചിങ്. അവരിൽ നിന്ന് ഏറ്റവും നല്ലതിനെ വലിച്ചെടുക്കുന്ന, പുറത്തേക്ക് വലിച്ചെടുക്കുന്ന ആ പ്രക്രിയയാണ് ടീച്ചിങ് എന്നാണ് മോഡേൺ അപ്രോച്ചിനകത്ത് പറയുന്നത്. ഇപ്പോൾ ടീച്ചിങ്ങിൻ്റെ വ്യൂ പോയിൻ്റ് അല്ലെങ്കിൽ വ്യത്യസ്ത വ്യൂ പോയിൻറ്റുകളിലൂടെ നമുക്ക് ടീച്ചിങ്ങിനെ നിർവചിക്കാവുന്നതാണ്. വേറൊരു അർത്ഥതലത്തിൽ ടീച്ചിങ് പറയുന്നുണ്ട്, ടീച്ചിങ് മേ ബി ഓതോറിറ്റേറിയൻ ഓർ ഡെമോക്രാറ്റിക് ഓർ ലെസർ ഫെയർ. ഈ മൂന്ന് രീതിയിലും നമുക്ക് ടീച്ചിങ്ങിനെ നിർവചിക്കാവുന്നതാണ്. Authoritarian means it will be memory level. Teaching will be memory level in this part. Authoritarian പാർട്ടിൽ അല്ലെങ്കിൽ ഓതോറിറ്റോറിയൻ വ്യൂവിൽ നമ്മൾ ടീച്ചിങ്ങിനെ നിർവചിക്കുന്നത് അതൊരു മെമ്മറി ലെവലിലുള്ള ഒരു സംഗതിയായിട്ടാണ് ടീച്ചിങ്ങിനെ നിർവചിക്കുന്നത്. അതായത് ദ ടീച്ചർ വിൽ ട്രൈ ടു ഇമ്പാർട്ട് സെർട്ടൻ നോളജ് ആൻഡ് ടീച്ചർ വിൽ ഹെൽപ്പ് ദം ടു മെമ്മറൈസ് ഇറ്റ്. വാട്ട് എവർ ഹീ ടോട്ട്, ഹി വിൽ ഹെൽപ്പ് ദം ടു മെമ്മറൈസ് ഇറ്റ്. അവരത് മെമ്മറൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ റോട്ട് ലേണിംഗ് എന്നൊക്കെ പറയാം, ബൈ ഹേർട്ടായിട്ട് പഠിക്കുക. അതാണ് ഓതോറിറ്റേറിയൻ വ്യൂ പോയിന്റിലുള്ള ടീച്ചിങ് എന്ന് പറയുന്നത്. അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ അതിനകത്ത് അവിടെ ശ്രദ്ധിക്കേണ്ട സംഗതി എന്ന് പറയുന്നത് സ്റ്റുഡൻസിന് കാര്യമായിട്ട് റോളില്ല. സ്റ്റുഡൻസ് വിൽ ബി മിയർ റിസപ്റ്റേഴ്സ്. ടീച്ചർ എന്ത് പറയുന്നു അത് അതേപോലെ റിസപ്റ്റ് ചെയ്യുന്ന, സ്വീകരിക്കുന്ന ആളുകൾ മാത്രമാണ് ഇതിനകത്ത് സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. ഡെമോക്രാറ്റിക്കിൽ ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ്. ടീച്ചിങ് വിൽ ബിക്കം അണ്ടർസ്റ്റാൻഡിങ് ലെവൽ. മീൻസ് the teacher will try to make them understand what is the concept. കൺസെപ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ അവരെ സഹായിക്കും. In here there will be certain freedom to ask questions, to participate in discussion and this like. ഡൗട്ടുകളൊക്കെ ചോദിക്കാൻ പറ്റും. ഡിസ്കഷൻ, ചെറിയ തോതിലൊക്കെ ഡിസ്കഷൻ ആവാം. ആദ്യത്തേതിനകത്ത് ഓതോറിറ്റേറിയൻ ആണ്. ടീച്ചർ എന്ത് പറയുന്നു അത് അതേപോലെ സ്വീകരിക്കുക. അതിനകത്ത് ഡിസ്കഷനോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാനോ എന്നുള്ള ഒരു അവസരമില്ല. ഈ ഡെമോക്രാറ്റിക് വ്യൂ പോയിന്റിലൂടെ ടീച്ചിങ്ങിനെ കാണുമ്പോൾ അതിനകത്ത് സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് ടീച്ചിങ് കിടക്കുകയാണ്. സ്റ്റുഡൻസിന് അവർക്ക് ഉണ്ടാകുന്ന ഡൗട്ടുകൾ ഒക്കെ ചോദിക്കാവുന്നതാണ്, അവർക്ക് ക്വസ്റ്റ്യൻ ചെയ്യാവുന്നതാണ്, ഡിസ്കഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത തലത്തിലേക്ക് പോകുമ്പോൾ അതായത് ലെസർ ഫെയർ വ്യൂ പോയിന്റ്, ദ ടീച്ചിങ് വിൽ ബിക്കം reflective. In reflective, here participatory learning will be there. Teacher will be the facilitator. Teacher will facilitate learning. In learning, teacher will help the students to learn something in participatory environment. In that type of teaching, students can make their own knowledge. They can construct their own knowledge. The teacher will give all the conducive environment in the classroom so that they can reflect on it. ഇതിനകത്ത് ഒരുപാട് ഫ്രീഡമാണ് ഇവിടെ കുട്ടികൾക്ക്. ലെസർ ഫെയർ
ടൈപ്പ് ഓഫ് ടീച്ചിങ് അല്ലെങ്കിൽ ആ വ്യൂ പോയിന്റിലൂടെ നമ്മൾ ടീച്ചിങ്ങിനെ പറയുമ്പോൾ കുട്ടികൾക്ക് കംപ്ലീറ്റ് ഫ്രീഡമാണ്. അവർക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ചുറ്റുപാടും ടീച്ചർ ഒരുക്കി കൊടുക്കും. ടീച്ചർ വിൽ ബി എ ഗൈഡ്, ടീച്ചർ വിൽ ബി എ മെൻറ്റർ, ടീച്ചർ വിൽ ബി എ ഫെസിലിറ്റേറ്റർ ആൻഡ് പാർട്ടിസിപ്പേറ്ററി ലേണിംഗ് വിൽ ഒക്കർ ദർ. അതിനകത്ത് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ട് ഒരു പാർട്ടിസിപ്പേറ്ററി ലെവൽ ആയിരിക്കും ലേണിംഗ്, റിഫ്ലക്ഷൻ ആയിരിക്കും. കുട്ടികൾ എന്തൊക്കെയാണോ പഠിക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ട് അവരിൽ നിന്ന് ഏറ്റവും നല്ലതിനെ തന്നെ സ്വാംശീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന തരത്തിലുള്ള ടീച്ചിങ്, ആ ലെവലിലുള്ള ടീച്ചിങ് ആണ് ശരിക്കും ലെസർ ഫെയർ ലെവൽ എന്ന് പറയാം. അപ്പോൾ നമ്മൾക്ക് ടീച്ചിങ്ങിനെ ഡിഫൈൻ ചെയ്യാവുന്നതാണ് വ്യത്യസ്ത വ്യൂ കോണിലൂടെ, വ്യത്യസ്ത വീക്ഷണകോണിലൂടെ നമുക്ക് ടീച്ചിങ്ങിനെ നിർവചിക്കാവുന്നതാണ്. അത് ട്രഡീഷണൽ അപ്രോച്ചിലൂടെയും നമുക്ക് നിർവചിക്കാം, മോഡേൺ അപ്രോച്ചിലൂടെയും നിർവചിക്കാം, അല്ലെങ്കിൽ അതോറിറ്റേറിയൻ അപ്രോച്ച് അല്ലെങ്കിൽ വ്യൂ, ഡെമോക്രാറ്റിക് വ്യൂ, ലെസഫെയർ വ്യൂ, ഈ രീതിയിലൊക്കെ നമുക്ക് ടീച്ചിങ്ങിനെ നിർവചിക്കാവുന്നതാണ്. അപ്പോൾ ടീച്ചിങ്ങിൻ്റെ ഡെഫിനിഷൻ, നിർവചനം ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് നേച്ചർ ഓഫ് ടീച്ചിങ്, ടീച്ചിങ്ങിൻ്റെ നേച്ചർ എന്താണെന്നുള്ളത് നോക്കാം. ടീച്ചിങ്ങിൻ്റെ നേച്ചർ, ആദ്യത്തെ നേച്ചർ നമുക്ക് പറയാവുന്ന, ടീച്ചിങ് എന്ന് പറയുന്ന ഒരു ആക്റ്റീവ് പ്രോസസ്സാണ്, അത് നമുക്കറിയാവുന്നതാണ്. ആക്റ്റീവ് ആൻഡ് ഇൻട്രാക്റ്റീവ് പ്രോസസ്സ് ഇൻ വിച്ച് ദ ടീച്ചർ ആൻഡ് ദ സ്റ്റുഡൻസ് interact between each other or among each other, and end result there will be something to learn by the students എന്തെങ്കിലുമൊക്കെ പഠിക്കേണ്ടതായിട്ട് വരും, അതിനകത്ത് ഒരു പഠന പ്രോസസ്സ് അതിനകത്ത് നടക്കും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഇതിൻ്റെ നേച്ചർ എന്ന് പറയുന്ന, ഒന്നാമത്തെ നേച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ക്ലോസ്ലി റിലേറ്റഡ് വിത്ത് ഹ്യൂമൻ ബീയിങ് ആൻഡ് സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് ഡൈനാമിക് ടു. ഇതിൻ്റെ അകത്ത് ഒന്നാമത്തെ നേച്ചർ നമുക്ക് പറയാവുന്നതാണ് ഇറ്റ്സ് ക്ലോസ്ലി റിലേറ്റഡ് വിത്ത് ഹ്യൂമൻ ബീയിങ്സ്, സൊസൈറ്റി ആൻഡ് ഇറ്റ് ഈസ് ഡൈനാമിക്. അപ്പോൾ അതിനകത്ത് നമുക്ക് പറയാം ഇൻഡിവിജ്വലുമായിട്ട് അല്ലെങ്കിൽ വ്യക്തികളുമായിട്ടും സമൂഹവുമായിട്ടും വളരെ അടുത്ത ബന്ധമാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഡൈനാമിക് കൂടിയാണ്, ചലനാത്മകമാണ് നമുക്ക് പറയാം. വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളുടെ ആവശ്യം, അവരുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് ടീച്ചിങ്ങിൻ്റെ നിദാനം, ടീച്ചിങ്ങിൻ്റെ അടിസ്ഥാനം. വ്യക്തികൾക്ക് ആവശ്യമുള്ളത് എന്താണോ, അവരുടെ പ്രശ്നങ്ങൾ എന്താണോ, അതുവഴി സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ എന്താണോ, സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണോ, അവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അത് ഫോർമലാണോ ഇൻഫോർമലാണോ എന്നൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ളത് എന്താണോ, ഒരു വ്യക്തിക്ക് ആവശ്യമുള്ളത് എന്താണോ, അതാണ് നമ്മൾ പഠിപ്പിക്കുക. ആ വ്യക്തിയുടെ ആവശ്യം, സമൂഹത്തിൻ്റെ ആവശ്യം, ഇതൊക്കെയാണ് പഠന വിധേയമാക്കുന്ന സംഗതികൾ അല്ലെങ്കിൽ പാഠ്യവിഷയങ്ങൾ, ഇതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിന് പറയുന്നത് ടീച്ചിങ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് വിത്ത് ഹ്യൂമൻ ബീയിങ്. ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്, ഇപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊറോണ വൈറസ് അല്ലെങ്കിൽ COVID-19 എന്ന് പറയുന്ന മഹാമാരി എല്ലാവരെയും ബാധിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സ്വീകരിക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്, എന്താണ് COVID-19, എങ്ങനെയാണ് നമ്മൾക്ക് അതിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സമൂഹത്തെയും വ്യക്തികളെയും പഠിപ്പിച്ചു കഴിഞ്ഞു. ഓരോ സാഹചര്യത്തിനനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഡൈനാമിക് എന്ന് പറയുന്നത്. ഓരോ സൊസൈറ്റി മാറുന്നതിനനുസരിച്ച്, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ മാറുന്നതിനനുസരിച്ച്, അവൻ്റെ പ്രശ്നങ്ങൾ മാറുന്നതിനനുസരിച്ച് ടീച്ചിങ് മാറിയേക്കാം, ടീച്ചിങ്ങിൻ്റെ സ്റ്റൈല് മാറിയേക്കാം, അതിൻ്റെ മെത്തഡോളജി മാറിയേക്കാം, അതിൻ്റെ കണ്ടൻറ്റ് മാറിയേക്കാം, അതിൻ്റെ ഓറിയൻറ്റേഷൻ മാറിയേക്കാം. അപ്പോൾ അത് ഡൈനാമിക്കാണ്, ചലനാത്മകമാണ്. ക്ലോസ്ലി റിലേറ്റഡ് വിത്ത് ഹ്യൂമൻ ബീയിങ്, ക്ലോസ്ലി റിലേറ്റഡ് വിത്ത് സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് ഡൈനാമിക് ടു. ഡൈനാമിക്കാണ്, അത് ഒരു സ്റ്റാറ്റിക് അല്ല, മാറ്റങ്ങൾക്ക് വിധേയമാണ്. ആവശ്യങ്ങൾക്കനുസരിച്ച്, പ്രശ്നങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. രണ്ടാമത്തെ നേച്ചർ നമുക്ക് പറയാവുന്നതാണ് നേച്ചർ ഓഫ് ടീച്ചിങ്. ഇറ്റ്സ് ബോത്ത് ആർട്ട് ആൻഡ് സയൻസ്. ഇതൊരു കലയാണ്, അതോടൊപ്പം തന്നെ ശാസ്ത്രവുമാണ്. കലയാണെന്ന് പറയാൻ കാരണം എന്താ? ടീച്ചിങ് ഒരു കല തന്നെയാണ്. ടീച്ചിങ് ഈസ് ആൻ ആർട്ട്. ഇറ്റ് ഈസ് ഇറ്റ് നീഡ് സം എക്സ്പെർട്ടൈസ്. എല്ലാവർക്കും നടത്താൻ പറ്റിയൊരു സംഗതിയല്ല ടീച്ചിങ് എന്ന് പറയുന്നത്. ടീച്ചിങ് നീഡ് സം എക്സ്പെർട്ടൈസ്. ടീച്ചിങ് ഡിമാൻഡ് ഐസ്തറ്റിക്സ്. അത് ഒരു ആസ്വാദനത്തെ ആവശ്യപ്പെടുന്നുണ്ട് ടീച്ചിങ്, അല്ലേ? ആസ്വദിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്ന ആളുകളുടെ ക്ലാസ് കേൾക്കാനായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടം.
നമ്മൾ ടീച്ചിങ് വളരെ ആസ്വദിച്ചുകൊണ്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അവരുടെ ക്ലാസ്സും അതിനനുസരിച്ച് നന്നായിരിക്കും. അവരുടെ ക്ലാസ് നമുക്ക് ഫോളോ ചെയ്യാനും വളരെയധികം എളുപ്പമായിരിക്കും. ഞാനൊരു ഉദാഹരണം, ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. അമേരിക്കയുടെ, ഞാൻ അതിനു മുമ്പ് പറഞ്ഞിരുന്നു ഡെഫിനിഷൻ, അമേരിക്കയിലെ ഏറ്റവും 20th സെഞ്ച്വറിയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച അല്പം ചില വ്യക്തികളുടെ കൂട്ടത്തിൽ പേര് ചേർക്കപ്പെട്ട ഒരാളാണ് ജോൺ ഡ്യൂയി. അദ്ദേഹം ചിക്കാഗോ യൂണിവേഴ്സിറ്റി, കൊളംബിയ യൂണിവേഴ്സിറ്റി, ഇങ്ങനെ നിരന്തരം വലിയ വലിയ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിപ്പിച്ചിരുന്ന ഏറ്റവും ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയ എഡ്യൂക്കേഷനിസ്റ്റ്, മഹാനായ എഡ്യൂക്കേഷനിസ്റ്റ്, ഫിലോസഫർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അദ്ദേഹത്തെ. ഡെമോക്രസി ആൻഡ് എഡ്യൂക്കേഷൻ, വാല്യൂ ആൻഡ് എഡ്യൂക്കേഷൻ, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള പുസ്തകങ്ങളൊക്കെ എഴുതിയ, ഒരുപാട് അസംഖ്യം പുസ്തകങ്ങൾ എഴുതിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഒരു മഹാനായ ടീച്ചറായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ അവസാനത്തിൽ അദ്ദേഹം റിസൈൻ ചെയ്തിട്ട് പോയി. കാരണം പറഞ്ഞത്, ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് മൈ വേ ഓഫ് ടീച്ചിങ്. ഞാനൊരു നല്ല അധ്യാപകനല്ല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവുക ചെയ്തത്. കൊളംബിയ യൂണിവേഴ്സിറ്റി, ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിപ്പിച്ച മഹാനായ ഒരു അധ്യാപകന്, ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയ, ഒരുപാട് ചിന്തകൾ നമുക്ക് നൽകിയ മഹാനായ ഒരു അധ്യാപകന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, എനിക്ക് പഠിപ്പിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അധ്യാപനം എന്ന് പറയുന്നത് ഒരു കലയാണ്. ദാറ്റ് നീഡ് ഇന്നോവേഷൻ, ദാറ്റ് നീഡ് ക്രിയേറ്റിവിറ്റി, ദാറ്റ് നീഡ് സം ഐസ്തറ്റിക്. ഇതെല്ലാം ആവശ്യമാണ് അതിനകത്ത്. നമ്മൾ ചില ആളുകളുടെയൊക്കെ ക്ലാസ് കാണുമ്പോൾ നമ്മൾ പറയും കവിത പോലെ മനോഹരം എന്നൊക്കെ പറയും നമ്മൾ ചിലപ്പോൾ. അപ്പോൾ അതൊരു ആസ്വദിച്ച്, അല്ലെങ്കിൽ അതൊരു കലയാണ് എന്നുള്ളതിന് തെളിവാണത്. നമ്മളൊരു സിനിമ കാണും പോലെ, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കും പോലെയൊക്കെ ആയിരിക്കും ചിലരുടെ ക്ലാസ് നമുക്ക് തോന്നുക, ഫീൽ ചെയ്യുക. അതായത് അത് അങ്ങനെയാണ് അതിൻ്റെ ഒഴുക്ക്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ടീച്ചിങ്, അതിൽ നിന്ന് നമുക്ക് വ്യക്തമാവുകയാണ് ഇവിടെ ടീച്ചിങ് ഈസ് ആൻ ആർട്ട്. അതൊരു ആർട്ടാണ്, ഒരു കലയാണ്. ദെൻ ഇറ്റ്സ് സയൻസ് ടു, അതൊരു ശാസ്ത്രം കൂടിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം, ഇറ്റ് നീഡ്സ് ഒബ്ജക്റ്റിവിറ്റി, ഇറ്റ് ഹാസ് ടു ഫോളോ certain procedure, it is systematic, it uses lot of tools, techniques, it employs techniques, tools etc. ഒരുപാട് ടൂൾസുകളും ടെക്നിക്സും ഒക്കെ നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും, പ്രയോഗിക്കേണ്ടതായിട്ട് വരും ക്ലാസ് റൂമിൽ. ടീച്ചിങ് ലേണിംഗ് എഫക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ട് അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. എന്ത് കൺസെപ്റ്റ് എന്താണോ അത് എങ്ങനെ തുടങ്ങണം, എങ്ങനെ അത് ഡെവലപ്പ് ചെയ്യണം, എന്തെല്ലാം ചോദ്യങ്ങൾ കുട്ടികളോട് ക്ലാസ്സിൻ്റെ ഇടയിൽ ഡെവലപ്പിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കണം, അതിൽ നിന്ന് അവർ എങ്ങനെയാണ് ആ കൺസെപ്റ്റിലേക്ക് എത്തുക, എങ്ങനെ എത്തിക്കാം, അതൊരു സിസ്റ്റമാറ്റിക് പ്രൊസീജിയറാണ്, ഒരു സിസ്റ്റമാറ്റിക് വേ ഓഫ് ആക്ഷൻസ് ആണ്. അപ്പോൾ ആ രീതിയിൽ അതിനെ ഡിസൈൻ ചെയ്തുകൊണ്ട് വളരെ ഒബ്ജക്റ്റീവായിട്ട് നമ്മളത് നടത്തുമ്പോൾ അതൊരു ശാസ്ത്രം കൂടിയാണ്. സോ ദ നേച്ചർ ഓഫ് ടീച്ചിങ് ഈസ് ബോത്ത്, it is both art and as well as science, art as well as science we can say. Then another nature, വേറെ nature ആണ്, it's diverse in nature, diverse ആണ്, diverse in application, അങ്ങനെ പറയാം നമുക്ക്. ഡൈവേഴ്സ് ഇൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രായോഗികത എന്ന് പറയുന്നത് ഡൈവേഴ്സ് ഇൻ നേച്ചറാണ്. ഒരൊറ്റ ഇതിൽ കേന്ദ്രീകരിക്കുന്നതല്ല, വ്യത്യസ്ത മേഖലകളിലൂടെ അല്ലെങ്കിൽ വ്യത്യസ്ത രീതിയിൽ നമുക്ക് ഇതിനെ അപ്ലൈ ചെയ്യാവുന്നതാണ്. എങ്ങനെ? സംടൈംസ് ഇറ്റ് മേ ബി ഗിവിങ്, സംടൈംസ് ടീച്ചിങ് മൈറ്റ് ഗിവ് ഇൻസ്ട്രക്ഷൻ, sometimes teaching might be advising level, sometimes it might be guiding level, sometimes it may be remedial one, sometimes it may be training level, sometimes it may be indoctrination. ചിലപ്പോൾ അത് പ്രബോധനമായിരിക്കും, ചിലപ്പോൾ ട്രെയിനിങ് ആയിരിക്കും, ചിലപ്പോൾ റെമഡിയൽ ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കാനായിരിക്കും, ചിലപ്പോൾ അവർക്ക് ഇൻസ്ട്രക്ഷൻ നൽകുന്നതായിരിക്കും, ചിലപ്പോൾ അത് ഡെമോൺസ്ട്രേഷൻ ആയിരിക്കും. എന്തെങ്കിലും എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്, എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ മാസ്ക് ധരിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മളുടെ കൈ കഴുകേണ്ടത്, ഡെമോൺസ്ട്രേഷൻ ആയിരിക്കാം, ഗൈഡൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് ഇൻഡോക്ട്രിനേഷൻ ആയിരിക്കാം, പ്രബോധനമായിരിക്കാം, അല്ലെങ്കിൽ അത് ഒരു പക്ഷേ ശാസനയായിരിക്കാം, അരുത് അല്ലെങ്കിൽ ചെയ്യരുതെന്ന് പറയുന്ന തരത്തിലുള്ള.
അപ്പോൾ അതിന് വ്യത്യസ്ത തലങ്ങളാണുള്ളത് ടീച്ചിങ്ങിന്. അതായത് ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡൈവേഴ്സ് ഇൻ നേച്ചറാണ്. ചിലപ്പോൾ അത് ട്രെയിനിങ് നൽകുന്നതായിരിക്കാം, കോച്ചിങ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഫുട്ബോൾ കോച്ചിങ്, ഫുട്ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് സ്പെഷ്യൽ ട്രെയിനിങ് സെഷനുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതും ടീച്ചിങ് തന്നെയാണ്. അപ്പോൾ ടീച്ചിങ്ങിന് അതിൻ്റെ അപ്ലിക്കേഷൻ വ്യത്യസ്തമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ദ നേച്ചർ ഓഫ് ടീച്ചിങ് ഈസ് ആൾസോ ഇറ്റ്സ് ഡൈവേഴ്സ് ഇൻ ഇറ്റ്സ് അപ്ലിക്കേഷൻ. സോ ദീസ് ആർ ദ നേച്ചർ ദാറ്റ് വി ക്യാൻ സേ. നൗ ഫീച്ചേഴ്സ് ഓഫ് ഓർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടീച്ചിങ്. അടുത്ത സെഷനിലേക്ക് പോവാം, വളരെ ഫാസ്റ്റായിട്ട് പോവാം. അധ്യാപനത്തിൻ്റെ അല്ലെങ്കിൽ ടീച്ചിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന്. ടീച്ചിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇതൊക്കെ തന്നെയാണ്. ടീച്ചിങ് മേ ബി ഫോർമൽ, ഇൻഫോർമൽ. ഫോർമലാവാം, ഇൻഫോർമലാവാം. നമ്മളൊരു ക്ലാസ് റൂം സെറ്റപ്പിൽ ഇരുന്നുകൊണ്ട് പഠിപ്പിക്കുമ്പോൾ അത് ഫോർമൽ ടീച്ചിങ് ആണ്. കുട്ടികളെല്ലാവരും ഇരുന്ന് അവർക്ക് ഒരു പർട്ടിക്കുലർ ലെസൺ, സിലബസിൻ്റെ ഭാഗമായിട്ടുള്ള ഭാഗങ്ങൾ അവർക്ക് പഠിപ്പിച്ച് കൊടുക്കുന്ന തരത്തിലുള്ള ടീച്ചിങ് എന്ന് പറയുന്നത് ഫോർമലാണ്. ഫോർമൽ. ഇൻഫോർമൽ എന്ന് പറയുന്നത് ഒരു സിലബസ് ഉണ്ടായിരിക്കില്ല, ഒരു ക്ലാസ് റൂമിൻ്റെ ചട്ടക്കൂട് ഉണ്ടായിരിക്കില്ല, പക്ഷേ അവിടെയും അധ്യാപനം ഉണ്ടായിരിക്കും, പഠനം ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ഇൻഫോർമൽ. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ആദ്യത്തെ ഒരുപാട് കാര്യങ്ങൾ, എങ്ങനെ ഡ്രസ്സ് നമ്മൾ ഇടണം, അല്ലെങ്കിൽ ദ വേ ഓഫ് വിയറിങ് ഡ്രസ്സസ്, ദ വേ ഓഫ് ക്ലീനിങ് ഓൺസ് ഓൺ, കീപ്പിംഗ് ഹൈജീനിക്, ഇങ്ങനെ പല സംഗതികളും, എങ്ങനെ നഖം മുറിക്കണം, അല്ലേ, ഒരുപാട് കാര്യങ്ങൾ, എങ്ങനെ ഭക്ഷണം കഴിക്കണം, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊന്നും ഒരു ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ പോയിട്ട് ഒരു സിലബസിൻ്റെ ഭാഗമായിട്ട് പഠിച്ച സംഗതികളല്ല. അപ്പോൾ ഇൻഫോർമൽ ആവാം. ഇറ്റ്സ് കണ്ടിന്യൂസ് പ്രോസസ്സ്. അധ്യാപനം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്, തുടർച്ചയായിട്ടുള്ളൊരു സംഗതിയാണ്, അതിൽ സംശയമൊന്നുമില്ല, അല്ലേ. അധ്യാപനം എന്ന് പറയുന്നത് അൺഎൻഡിങ്. നമ്മൾ പറയും ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അൺഎൻഡിങ് ആണെന്ന് പറയും. ഫ്രം ക്രാഡിൽ ടു ഗ്രേവ് വരെ, നമ്മളുടെ ഗ്രേവ് യാർഡ് വരെ അതായത് നമ്മൾ മരിച്ചു പോകുന്നത് വരെ നമ്മൾ പഠിക്കുന്നുണ്ട്. തൊട്ടിൽ മുതൽ ചുടല വരെ നമ്മൾ പറയാറുണ്ട്, അല്ലേ. അധ്യാപനം നമ്മൾ പഠിക്കുന്ന സംഗതി, അതായത് ടീച്ചിങ് എന്ന് പറയുന്നതും അത് തന്നെയാണ്. പഠിതാവ് പഠനത്തിൻ്റെ കാലയളവ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം പഠിപ്പിക്കുന്ന ആൾക്കും പ്രസക്തിയുണ്ട്, അധ്യാപനത്തിനും പ്രസക്തിയുണ്ട്, ടീച്ചിങ്ങിനും പ്രസക്തിയുണ്ട്. അപ്പോൾ ഇറ്റ്സ് കണ്ടിന്യൂസ് പ്രോസസ്സാണ്, ഇറ്റ്സ് അൺഎൻഡിങ് ആണ്. അതേപോലെ തന്നെ ഇറ്റ് നീഡ് സം എക്സ്പെർട്ടൈസ്. ഇത് ഒരു എക്സ്പെർട്ടൈസ് ആവശ്യമാണ്. എന്താ നമ്മൾ പറയുക, എക്സ്പെർട്ടൈസ് എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു കഴിവ് വേണം. നമ്മൾ പറയും ഇറ്റ്സ് ആൻ എക്സ്പേർട്ട് സർവീസ്. എല്ലാവർക്കും വന്ന് എല്ലാ സംഗതികളും പഠിപ്പിക്കാൻ കഴിഞ്ഞോളുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകമായ കഴിവ്, ട്രെയിനിങ് ഒക്കെ ആർജിച്ച ഒരാൾ തന്നെ ആയിരിക്കണം. അപ്പോൾ ഒരു നല്ല ടീച്ചർ അല്ലെങ്കിൽ ഒരു നല്ല ടീച്ചിങ് എന്ന് പറയുന്നത് അതൊരു എക്സ്പേർട്ട് സർവീസ് ആയിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും, എക്സ്പേർട്ട് സർവീസ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പറയാവുന്നതാണ്, ഇൻഡിവിജ്വലിൻ്റെയും സൊസൈറ്റിയുടെയും ഡെവലപ്മെൻറ്റിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ടീച്ചിങ്. ടീച്ചിങ് ലീഡ്സ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി. ഇറ്റ് ലീഡ്സ് ടു ലേണിംഗ് സംതിങ് ന്യൂ. പുതുതായിട്ട് എന്തെങ്കിലും പഠിക്കുന്നതിന് ഉപയുക്തമാകുന്ന എന്തും നമുക്ക് ടീച്ചിങ് എന്ന് പറയാം. അത് ടീച്ചിങ്ങിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എന്തെങ്കിലും ഒരു പുതുതായിട്ട് എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ പഠിതാവിനെ പ്രേരിപ്പിക്കും അത്, അല്ലെങ്കിൽ അതിലേക്ക് നയിക്കും അത്. It leads to learning something new. It leads to learning something new. It also related with the development of the individual and society. വ്യക്തികളുടെയും അതേപോലെ തന്നെ സമൂഹത്തിൻ്റെയും വികാസത്തെ, ഓവറോൾ ഡെവലപ്മെൻറ്റിനെ ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണ് അധ്യാപനം എന്ന് പറയുന്നത്. അതും ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്ന് നമുക്ക് പറയാം. പിന്നെ നമുക്ക് പറയാവുന്നതാണ് ടീച്ചിങ് ഈസ് ഡൈനാമിക് അഗെയിൻ. ഇവിടെയും ഡൈനാമിക് എന്നുള്ള വാക്ക് ഉപയോഗിക്കുകയാണ്. ടീച്ചിങ് ഈസ് ഡൈനാമിക്. ഡൈനാമിക് മീൻസ് ടീച്ചിങ് ഒക്കേഴ്സ് ഇൻ ഡൈനാമിക് എൻവയോൺമെൻറ്റ്. ഡൈനാമിക് എൻവയോൺമെൻറ്റിലാണ്. മരിച്ച ആളുകളിൽ പഠനം നടക്കില്ല. ഡൈനാമിക് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ചലനാത്മകമായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിലെ പഠനം നടക്കും. ചലനാത്മകത അത് അവരുടെ ആവശ്യങ്ങളിലായിരിക്കാം, അവരുടെ പ്രശ്നങ്ങളിലായിരിക്കാം, അവരുടെ ചുറ്റുപാടിലായിരിക്കാം,
അപ്പോൾ ഇതിനകത്ത് ഒരു ഡൈനാമിക് എൻവയോൺമെൻറ്റ് എന്നുള്ളതിനകത്ത് ഒന്നും കൂടി ഞാൻ ചെറിയൊരു എക്സ്പ്ലനേഷൻ കൂടി കൂടുതൽ നൽകാൻ ആഗ്രഹിക്കുകയാണ്. 3 വേരിയബിൾസ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഇൻ്റർവീനിങ് വേരിയബിൾ. എൻവയോൺമെൻറ്റ് ചലനാത്മകമാണെന്ന് ഞാൻ പറഞ്ഞു. ഡെഡായിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ അധ്യാപനം നടക്കുന്നില്ല, അല്ലെങ്കിൽ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് നടക്കില്ല. മരിച്ചാൽ മരിച്ചു. പിന്നെ അതിന് മുമ്പ് പഠിക്കാനുള്ളതെല്ലാം അതിന് മുമ്പേ നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത് ഇവിടെ അധ്യാപകനാണ്. ടീച്ചർ ഈസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഹിയർ. ടീച്ചർ വിൽ സെറ്റ് ദ ഒബ്ജക്റ്റീവ്, വാട്ട് ടു ടീച്ച് ടുഡേ, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ്, വാട്ട് ആർ ദ എയിംസ് ബൈ ടീച്ചിങ് ദാറ്റ് പർട്ടിക്കുലർ കൺസെപ്റ്റ്. ഒരു പർട്ടിക്കുലർ കൺസെപ്റ്റ് സെലക്ട് ചെയ്യും. ആ കൺസെപ്റ്റ് എന്തിന് പഠിപ്പിക്കണം അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യും. എങ്ങനെ പഠിപ്പിക്കണം, ഹൗ ടു ടീച്ച് ദാറ്റ്, മെത്തഡോളജി, ടെക്നിക്സ്, അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ടിംഗ് സിസ്റ്റം എല്ലാം തയ്യാറാക്കും. ലെസൺ പ്ലാനൊക്കെ കൃത്യമായിട്ട് തയ്യാറാക്കും. അപ്പോൾ ടീച്ചർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ് ഇവിടെ. ദെൻ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, രണ്ടാമത്തെ വേരിയബിൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഹൂ വിൽ ബി ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ? നൺ അതർ, ദ ലേണർ വിൽ ബി ദ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ടീച്ചർ ഡിസൈൻ ചെയ്തിരിക്കുന്ന സ്ട്രക്ചർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ദ സ്റ്റുഡൻസ് ഹാസ് ടു ഫോളോ. സ്റ്റുഡൻസ് ഫോളോ ചെയ്യണം. Teacher will give certain stimuli. Students has to respond to that stimuli. By responding, teaching learning process will occur. അപ്പോൾ അത് ടീച്ചറുടെ ഡിറക്ഷൻസിനനുസരിച്ച്, ഇൻസ്ട്രക്ഷൻസിനനുസരിച്ച് ലേണർ പ്രതികരിക്കുമ്പോൾ പഠനം ഉണ്ടാവും. അപ്പോൾ അത് ടീച്ചർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ലേണർ ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. ദെൻ ഇൻ്റർവീനിങ് വേരിയബിൾസ് ആർ ദെയർ. ടീച്ചിങ്ങിനെ, ഈ 2 വേരിയബിൾസിനിടയിൽ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിനെ ബാധിക്കുന്ന ചില മറ്റ് ഘടകങ്ങളുണ്ട്. സർട്ടൻ അതർ ഫാക്ടേഴ്സ് ആർ ദെയർ. അതിനെ നമ്മൾ ഇൻ്റർവീനിങ് വേരിയബിൾ എന്ന് പറയും. ക്ലാസ് റൂം സെറ്റപ്പിനകത്ത് ഇരുന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്ലാസ് റൂമിൻ്റെ വിശാലത, അവിടെയുള്ള കാംനെസ് അല്ലേ, കണ്ട്യൂസീവ് എൻവയോൺമെൻറ്റ്, വെദർ ദ ക്ലാസ് റൂം ഈസ് ഫിറ്റ് ഫോർ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ഓർ നോട്ട്. വളരെ നോയ്സി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് നടക്കില്ല അല്ലേ. അതേപോലെ തന്നെ അതിൻ്റെ ഒരു നല്ല എയർ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ സജ്ജീകരിച്ച ഒരു റൂമിൽ കൃത്യമായിട്ട് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് നടക്കും. ഞാൻ പറഞ്ഞു വരുന്നത് പ്രോപ്പർ വെന്റിലേഷൻ വേണം, പ്രോപ്പർ സ്പേസിങ് വേണം. വളരെ ഇടുങ്ങിയ ഒരു ഇതിനകത്ത് ഒരുപാട് കുട്ടികളെ വെച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. അത് അവരുടെ പഠനത്തെ ബാധിക്കും. ലാക്ക് ഓഫ് കണ്ട്യൂസീവ് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ടീച്ചിങ് ലേണിംഗ് എഫക്റ്റീവ് ആകുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന ഘടകങ്ങളൊക്കെ നമ്മൾ എന്ത് പറയും? നമ്മൾ പറയും ഇൻ്റർവീനിങ് വേരിയബിൾ എന്ന് പറയും. അപ്പോൾ ഈ ഇൻ്റർവീനിങ് വേരിയബിൾ ആണെങ്കിലും, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണെന്നുണ്ടെങ്കിലും, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആണെന്നുണ്ടെങ്കിലും, ഇതെല്ലാം all these are variables that may change from time to time. So it is dynamic. ഞാനൊരു സംഗതി നിങ്ങൾക്ക് പറഞ്ഞു തന്നു, നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നോട് ചോദിക്കും, സാർ അത് മനസ്സിലായില്ല, ഒരിക്കൽ കൂടി എക്സ്പ്ലെയിൻ ചെയ്യാമോ അല്ലേ, ചോദിക്കില്ല. അപ്പോൾ അത് ഞാൻ എൻ്റെ എക്സ്പ്ലനേഷൻ ഒന്നും കൂടി മാറ്റും, അല്ലെങ്കിൽ അത് കൂടുതൽ എക്സാമ്പിളുകൾ നൽകിക്കൊണ്ട് ഞാനത് നിങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കും. ദാറ്റ് ഈസ് ഡൈനാമിക് ഇൻ നേച്ചർ. അതിനെ തന്നെയാണ് നമ്മൾ ഡൈനാമിക് എന്ന് പറയുന്നത്. അത് ഇതിൻ്റെ ഒരു പ്രധാന ക്യാരക്ടറിസ്റ്റിക്സാണ് ടീച്ചിങ്ങിൻ്റെ. അപ്പോൾ ടീച്ചിങ് ലേണിംഗ് എന്ന് പറയുന്നത് ഇൻട്രാക്റ്റീവ് പ്രോസസ്സാണ്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഒരുപാട് സംഗതികൾ നമുക്ക് പറയാവുന്നതാണ്. ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് ടോട്ട്, ദാറ്റ് ഈസ് ഓൾസോ എ ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു ഇൻട്രാക്ഷനും ഇല്ലാതെ ടീച്ചിങ് നടക്കില്ല. ലേണിംഗ് നടന്നേക്കാം, പക്ഷേ ടീച്ചിങ് നടക്കില്ല. ഇൻട്രാക്ഷൻ വേണം, ഒരു ടീച്ചർ വേണം, ഒരു പഠിപ്പിക്കുന്ന ഒരാൾ വേണം, പഠിക്കാൻ കുറച്ച് ആളുകൾ വേണം. ഒരാളായാലും മതി, അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ. അപ്പോഴേ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് നടക്കും. അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നമുക്ക് പറയാവുന്നത്. അതേപോലെ തന്നെ അത് ആർട്ടാണ്, സയൻസാണ്, ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് പറയാവുന്നതാണ്. ഇറ്റ് നീഡ് എക്സ്പെർട്ടൈസ്, ഇറ്റ് നീഡ് ട്രെയിനിങ്. The teacher should occupy or should possess subject matter competency. അങ്ങനെ ഒരുപാട് സംഗതികൾ നമുക്ക് പറയാവുന്നതാണ്. ടീച്ചർക്ക് സബ്ജക്റ്റ് മാറ്റർ നന്നായിട്ട് അവഗാഹം ഉണ്ടായിരിക്കണം.
അതൊക്കെ ഇതിൻ്റെ ഒരു നല്ല ടീച്ചിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ സൊസൈറ്റിയുടെ നന്മക്ക്, ഇൻഡിവിജ്വലിൻ്റെ നന്മക്ക് ഉതകുന്ന രീതിയിലായിരിക്കണം. അങ്ങനെയൊക്കെ ആയിരിക്കും ഒരു നല്ല ടീച്ചിങ് എന്ന് പറയുന്നത്. ഒരു നല്ല ടീച്ചിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇതെല്ലാം. അതേപോലെ തന്നെ ടീച്ചർ തന്നിലുള്ള അറിവ് കുട്ടികൾക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു താല്പര്യം കാണിക്കണം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിനകത്തൊക്കെ എന്ത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരാൻ സാധ്യതയുള്ളത്. ഇതിനകത്ത് ചോദ്യങ്ങൾ ഈ രീതിയിലാണ് വരിക. ഒരു നല്ല ടീച്ചിങ്, ഉദാഹരണത്തിന് ആൻ എഫക്റ്റീവ് ടീച്ചിങ് മേ നോട്ട് ബി ലൈക്ക് ദിസ് എന്ന് പറഞ്ഞിട്ട് വരും. അതിനകത്ത് വരും അത് എനർജറ്റിക് ആയിരിക്കും, സബ്ജക്റ്റ് മാറ്റർ ഉണ്ടാവും, സബ്ജക്റ്റ് മാറ്റർ കോമ്പിറ്റൻസി ഷുഡ് ബി ദെയർ, ടീച്ചർ ഷുഡ് പൊസസ് സബ്ജക്റ്റ് മാറ്റർ കോമ്പിറ്റൻസി, ടീച്ചിങ് ഷുഡ് ബി എനർജറ്റിക്. നല്ലതല്ലാത്ത എഫക്റ്റീവ് ടീച്ചിങ് നല്ലതല്ലാത്ത അതിനകത്ത് ചിലപ്പോൾ ഇങ്ങനെ ഒന്നുണ്ടാവും, ദ ടീച്ചർ ഈസ് നോട്ട് കീൻ ഓർ ടീച്ചർ പൊസസ് ലെസ് ഇൻട്രസ്റ്റ് ടു ഇമ്പാർട്ട് നോളജ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ചിലപ്പോൾ അതിനകത്തുണ്ടാവും. ഞാനത് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാനത് കാണിക്കാം. അപ്പോൾ ആ ഓപ്ഷൻ ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതായത് ടീച്ചർ ക്യൂരിയസ് ആയിരിക്കണം. ടീച്ചർ ഷുഡ് ബി ക്യൂരിയസ്. ടീച്ചർ ഷുഡ് ബി ക്യൂരിയസ് ടു ഇമ്പാർട്ട് നോളജ് ടു സ്റ്റുഡൻസ്. കുട്ടികൾക്ക് നോളജ് നൽകുന്നതിന് വളരെ ക്യൂരിയസ് ആയിരിക്കണം, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. ഇതൊക്കെ ഒരു നല്ല ടീച്ചിങ്ങിൻ്റെ പ്രധാന സവിശേഷതകളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ ചോദ്യങ്ങൾ ഈ രീതിയിലൊക്കെ വരാം. അത് നമുക്ക് ചോദ്യ സെഷനിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. സോ ആൾ ദീസ് ആർ ദ ക്യാരക്ടേഴ്സ്. നൗ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ്. ടീച്ചിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താ? ടീച്ചിങ്ങിൻ്റെ പ്രധാന ഒബ്ജക്റ്റീവ്സ് ടു മേക്ക് ദം ഫിറ്റ് ഇൻ ദർ എൻവയോൺമെൻറ്റ്. നമുക്ക് പറയാവുന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടീച്ചിങ് enables the individual to live in the society in a better way. അദ്ദേഹം ഒരു വ്യക്തിയെ അയാൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാൻ സഹായിക്കും അധ്യാപനം എന്ന് പറയുന്നത്. അയാളെ പഠിപ്പിക്കും ടീച്ചിങ്. അതുതന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ദം to learn new things. It helps them to solve problems. It helps them to earn their livelihood. ടീച്ചിങ് അവരുടെ ലൈവ്ലിഹുഡ് ഏൺ ചെയ്യുന്നതിന് സഹായിക്കും, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സഹായിക്കും, പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സഹായിക്കും. Then it helps them to critically evaluate. കാര്യങ്ങൾ ക്രിയാത്മകമായി വിലയിരുത്താൻ അവരെ സഹായിക്കും. ഇതെല്ലാം അധ്യാപനത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. പിന്നെ നമുക്ക് ഇതിനോടനുബന്ധിച്ച് നമുക്ക് പറയാവുന്നതാണ് വേറെ ടീച്ചിങ് വിൽ ഹെൽപ്പ് ദം ടു മോൾഡ് ദെയർ ബിഹേവിയർ. അവർക്ക് അവരുടെ സ്വഭാവത്തെ മൗൾഡ് ചെയ്യാൻ സഹായിക്കും. ഇറ്റ് വിൽ ഹെൽപ്പ് ദം ടു ഡെവലപ്പ് റൈറ്റ് ആറ്റിറ്റ്യൂഡ്. നല്ല ആറ്റിറ്റ്യൂഡ് വികസിപ്പിക്കാൻ. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്രോച്ച് ടുവേർഡ്സ് സർട്ടൻ തിങ്സ്. ആപ്റ്റിറ്റ്യൂഡും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എബിലിറ്റി ടു ഡൂ സംതിങ്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അതാ എബിലിറ്റി ഓർ ദ കപ്പാസിറ്റി ടു ഡൂ സംതിങ്. എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ദ അപ്രോച്ച് ഓഫ് ഓർ ദ വേ ഓഫ് അപ്രോച്ചിങ് തിങ്സ്. കാര്യങ്ങളെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന, അതിനെ നമ്മൾ പിൻപറ്റുന്ന, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ നോക്കിക്കാണുന്നു. അത് റൈറ്റ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നതും വളരെ വലിയ കാര്യമാണ്. അവരുടെ ബിഹേവിയർ മോഡിഫൈ ചെയ്യുക അല്ലെങ്കിൽ മൗൾഡ് ചെയ്യുക. അതേപോലെ തന്നെ നല്ല ആറ്റിറ്റ്യൂഡുകൾ ഡെവലപ്പ് ചെയ്യുക. അതേപോലെ തന്നെ മേക്ക് ദം ക്രിയേറ്റീവ്, അവരെ ക്രിയേറ്റീവ് ആക്കുക. മേക്ക് ദം ഇൻ്റലിജൻറ്റ് ആൻഡ് പ്രൊഡക്റ്റീവ്, അവരെ പ്രൊഡക്റ്റീവ് ആക്കുക, ഇൻ്റലിജൻ്റ് ആക്കുക. ഇതെല്ലാം അധ്യാപനത്തിൻ്റെ ലക്ഷ്യങ്ങളാണ്, ഒബ്ജക്റ്റീവ്സാണ്. അവരെ സമൂഹത്തിന് ഉതകുന്ന തരത്തിലുള്ള ആളുകളാക്കുക, ഹ്യൂമൻ ബീയിങ് ആക്കുക. ഇതെല്ലാം ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണെന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്യുക.
അതുപോലെ തന്നെ മേക്ക് ദം ക്രിയേറ്റീവ്, അവരെ ക്രിയേറ്റീവ് ആക്കുക. മേക്ക് ദം ഇൻ്റലിജൻറ്റ് ആൻഡ് പ്രൊഡക്റ്റീവ്, അവരെ പ്രൊഡക്റ്റീവ് ആക്കുക, ഇൻ്റലിജൻ്റ് ആക്കുക. ഇതെല്ലാം അധ്യാപനത്തിൻ്റെ ലക്ഷ്യങ്ങളാണ്, ഒബ്ജക്റ്റീവ്സാണ്. അവരെ സമൂഹത്തിന് ഉതകുന്ന തരത്തിലുള്ള ആളുകളാക്കുക, ഹ്യൂമൻ ബീയിങ് ആക്കുക. ഇതെല്ലാം ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ അറിവ് പകർന്നു നൽകുന്നതിന്, നിപുണതകൾ ആർജിക്കുന്നതിന്, നല്ല ബിലീഫുകൾ സ്വാംശീകരിക്കുന്നതിന്, ഫോർമേഷൻ ഓഫ് ബിലീഫ്, അക്വിസിഷൻ ഓഫ് നോളജ്, ഡെവലപ്മെൻറ്റ് ഓഫ് സ്കിൽസ്, all these needs teaching. All these are the objectives of teaching. ഇതെല്ലാം ടീച്ചിങ്ങിൻ്റെ ലക്ഷ്യങ്ങളാണ്. To sum up, we can say, ഒരു വ്യക്തിയിൽ സെൽഫ് കോൺഫിഡൻസ് നൽകുന്ന തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള അറിവ് പകർന്നു നൽകുന്ന, ട്രെയിൻ നൽകുന്ന, ഗൈഡൻസ് നൽകുന്ന എല്ലാത്തിനെയും നമുക്ക് ടീച്ചിങ് എന്ന് പറയാം. അതെല്ലാം ടീച്ചിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സാണ്. ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കുക, അവരെ ഒരു നല്ല ധൈര്യശാലികളാക്കുക, അവർക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ അത് പരിഹരിക്കാനുള്ള ആർജവം നൽകുക, നല്ല അറിവുകൾ സ്വാംശീകരിക്കാനും അതേപോലെ തന്നെ നല്ല സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ, നിപുണതകൾ ആർജിക്കുന്നതിന് അല്ലെങ്കിൽ വികസിപ്പിക്കുന്നതിന്, ഇതെല്ലാം ടീച്ചിങ്ങിൻ്റെ ലക്ഷ്യമാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് നേച്ചർ, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ലെവൽസ് ഓഫ് ടീച്ചിങ് ഡിസ്കസ് ചെയ്യുന്നതാണ്.